തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണികൾക്ക് മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ. തങ്ങളെ അവഗണിക്കുന്നവരെ ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ പറഞ്ഞു. വനനിയമം പിൻവലിച്ചതിൽ CPM-നെയും മുഖ്യമന്ത്രിയെയും സഭ അഭിനന്ദിച്ചു. കൊച്ചിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് നേതൃയോഗത്തിന് പിന്നാലെയാണ് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനം. ക്രൈസ്തവ വിഭാഗത്തിന് ശക്തിയില്ല എന്ന് ആരും വിചാരിക്കരുത്. തങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം വോട്ടെന്നും അവഗണിക്കുന്നവരെ ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ വ്യക്തമാക്കി. ക്രൈസ്തവ സമുദായത്തെ അധികാരമുള്ള നാടുകളിൽ അവഗണിച്ചവരെ തീർച്ചയായും ഞങ്ങളും അവഗണിക്കും. ഞങ്ങളൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ അതുകൊണ്ട് ഈ ക്രൈസ്തവർക്ക് ശക്തിയില്ല എന്ന് ആരും വിചാരിക്കേണ്ടതല്ല. ക്രൈസ്തവ സമുദായത്തെ UDF അവഗണിക്കുകയാണ്. നിലപാട് തുടർന്നാൽ UDF ദുഃഖിക്കേണ്ടി വരും. വിവാദ വനനിയമ ഭേദഗതി പിൻവലിച്ചതിൽ CPIM-നും മുഖ്യമന്ത്രിക്കും അഭിനന്ദനമറിയിക്കുന്നതായും കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം. ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ആ കാര്യത്തിൽ ഒരു അനുകൂലമായ നിലപാടെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ജനദ്രോഹപരമായ വനനിയമ ഭേദഗതി തള്ളിക്കളഞ്ഞതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. മോഹൻ ഭാഗവതിൻ്റേത് വില കുറഞ്ഞ പ്രസ്താവനയാണെന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ സേവനങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തെ തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഫാദർ ഫിലിപ്പ് കവീൽ കൂട്ടിച്ചേർത്തു. ക്യാമറാമാൻ അദീഷിനൊപ്പം S. ശ്രീകാന്ത്, 24, കൊച്ചി.